വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 4ാം ക്ലാസ് പരീക്ഷ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രവർത്തനം 1. പ്രവർത്തനം 1ൽ വായിക്കാം, എഴുതാം. ഒരു പാരഗ്രാഫാണല്ലോ മക്കൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആ പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ടാവും. അതിന് ഉത്തരം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിൻ്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. ഇറ്റുവീണ മഴത്തുള്ളികൾ എൻ്റെ കവിളിൽ ഉമ്മ വച്ചു. ഇളം കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലയ്ക്ക് മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി, കൂടൊരുക്കി, പഴങ്ങൾ നൽകി. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാൻ എത്ര സന്തോഷിച്ചെന്നോ. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. താഴെ വീണു ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മിക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു. ഇനി നമുക്ക് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാലോ മക്കളെ? നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്നത് ആരാണ്? മയങ്ങിക്കിടന്നിരുന്നത് ആരാണ്? മരം അല്ലേ? ഡി ആണ് ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മരത്തിന്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഇതിൽ ഏതാണ്? കൈവിരലുകൾ നീട്ടി മേഘത്തെ തൊട്ടു, കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു, തലയാട്ടി ചിരിച്ചു, ഞാൻ മയങ്ങിക്കിടന്നു. ഏതാണ്? കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു അല്ലേ? വേരുകൾ ആഴത്തിൽ വളർന്നു എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരായിരിക്കും കാരണം? ആരായിരിക്കും? മനുഷ്യരാണോ, മൃഗങ്ങളാണോ, ആകാശമാണോ, മഴയായിരിക്കും? ആരാണ്? നമുക്ക് ഉറപ്പാണ്. ആരാണ്? മനുഷ്യരല്ലേ? മനുഷ്യർക്കാണല്ലേ കോടാലി കൊണ്ട് മുറിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തണൽ, കൂട്, വെയിൽ, പഴങ്ങൾ. വെയിൽ അല്ലേ? നമ്മൾ വെയിലിൽ നിന്ന് സംരക്ഷിക്കുക ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, സങ്കടം എന്നർത്ഥം വരുന്ന ഏത് പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത്? മൂർച്ച, തളിര്, ഇളം, അല്ലൽ. ഏതാണ്? സങ്കടം, അല്ലലാണ് അല്ലേ? അതാണ്. ഇനി വരികൾ കൂട്ടിച്ചേർക്കാം. മാനത്തു മഴ വരും ആഘോഷം, പാടത്തിനത് കണ്ടു സന്തോഷം. മാനത്തിന് കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും. മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്തു കുളിരിൻ്റെ നീരോട്ടം. അപ്പം മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് 4 വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മാനത്ത് മഴ വരും ആഘോഷം. അപ്പം മാനത്തെയും വേറെ കാഴ്ചകൾ. മാനത്ത് നിറഞ്ഞു നിൽക്കുന്ന കാർമേഘങ്ങൾ അല്ലേ? പാടത്തിനത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 4 വരികൾ മാനത്ത് എന്തുണ്ട്, പാടത്ത് എന്തൊക്കെയുണ്ട്, പുല്ലുകളുണ്ട്, പുൽനാമ്പുകളുണ്ട്, അല്ലേ? ഇളംകാറ്റിലാണ് നെൽക്കതിരുകളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കവിതകൾ 4 വരികളും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചിഹ്നം ചേർക്കാം. 3ാമത്തെ പ്രവർത്തനമാണ്. ചിഹ്നം ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഉചിതം? നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ? നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. നേർത്ത നനവുള്ള പച്ചപ്പുൽ തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ? സ്വപ്നം കണ്ടു. നല്ല രസം അല്ലേ? നല്ല രസം. ഇങ്ങനൊരു ചിഹ്നം ഇടണം. നല്ല രസം, നല്ല രസം അല്ലേ? അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. കുഞ്ഞാ തെന്നി നീങ്ങാൻ തുടങ്ങി അല്ലേ? തെന്നി നീങ്ങാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഇടണം? ഒരു കുത്തിടണം. തെന്നി നീങ്ങാൻ തുടങ്ങിയിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. കുഞ്ഞാ, അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടണം. കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രത്യേകം എടുത്ത് ചോദിക്കുക. ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം ചോദിക്കുകയാണ്. കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ?
അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ കുത്തും കോമയും ക്വസ്റ്റ്യൻ മാർക്കും ഒക്കെ ഇടുന്നതാണ് നിങ്ങളോട് ചിഹ്നം ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം 4 നോക്കാം. പ്രവർത്തനം 4ൽ 2 പ്രവർത്തനം ഉണ്ട്. അതിൽ ഒന്നിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉത്തരം എഴുതിയാൽ മതി. നോക്കടാ മക്കളെ, എങ്ങനെയാണ് സംഭാഷണം എഴുതാൻ? എന്തിൻ്റെ സംഭാഷണമാണെന്ന് നമുക്ക് നോക്കാം. ആബിദക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അവൻ ആകെ പ്രയാസമായി. പട്ടൂസിന്റെ വിഷമം കണ്ട അമ്പിളിയമ്മാവൻ കാര്യം തിരക്കി. എന്തൊക്കെയാവും പട്ടൂസും അമ്പിളിമാവനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതാം. നിങ്ങൾ സംസാരിക്കില്ലേ കൂട്ടുകാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പോലെ നിങ്ങളോട് സംഭാഷണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്പിളിമാവനും പട്ടൂസും തമ്മിൽ. അമ്പിളിമാവൻ ചോദിക്കുക, എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ എന്താ പട്ടൂസ് പറയാ? എനിക്ക് ഇരുട്ട് പേടിയാണ്. അല്ലെങ്കിൽ എന്താ പറയണ പട്ടൂസ് പറയണ്ടാവുക? ഞാൻ എൻ്റെ ആബിദക്കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്താണ് കൈവിട്ട് പറന്നു ഉയർന്നു വന്നതാണ്. എനിക്ക് എൻ്റെ ആബിദക്കുട്ടിയുടെ അടുത്ത് പോകണം എന്ന് പറയും. അപ്പോൾ അമ്പിളിമാമൻ ചോദിക്കും, എവിടെയാ പട്ടൂസേ നിൻ്റെ വീട് എന്ന് ചോദിക്കും. അപ്പോൾ പട്ടൂസ് പറയും, എനിക്ക് വഴിയൊന്നും അറിയില്ല എന്ന് പറയും. അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിച്ചേർക്കാം. അപ്പം അമ്പിളിമാമൻ പറയും, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ നോക്കാം എന്ന് പറയും. അപ്പോൾ പട്ടൂസ് പറയും, എനിക്ക് എൻ്റെ ആബിദക്കുട്ടിയുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ എന്താണ് സങ്കടമാവും. ആബിദക്കുട്ടി എന്നോട് പറഞ്ഞതാണ് എന്ത്, നീ ഉയരത്തിലേക്കൊന്നും പോകണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ് എന്ന് പറയും. അപ്പോൾ അമ്പിളിമാമൻ പറയും, വിഷമിക്കണ്ട, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാമെന്ന് പറയും. അപ്പോൾ പട്ടൂസ് നന്ദി എന്ന് പറയും. അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, അല്ലെങ്കിൽ ഗദ്യ രൂപത്തിലാക്കാം. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണവാക്യങ്ങളാക്കി എഴുതാനാണ്. ചിറകു കുരുത്തു തുടങ്ങും മുമ്പ് ഒരു ചിന്നക്കുരുവി നനയ്ക്കുന്നു. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാടിന്മീതെ വയലിന്മീതെ കടലിന്മീതെ പോകണമോ? കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കും കുന്നിച്ചിരിവിലിരിക്കണമോ? അതായത് ഒരു കുഞ്ഞി കിളിയെക്കുറിച്ചാണ് പറയണത് അല്ലേ? ആ കുരുവിയുടെ എന്താണ് ചിറക് കിളിയെക്കുറിച്ച്, ചെറിയൊരു കുരുവി, ചിന്ന കുരുവിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ചെറിയ കുരുവി അതിൻ്റെ ചിറക് മുളച്ച് തുടങ്ങുന്നതിന് മുമ്പ് അതിനുള്ള ആഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? നീലാകാശം കൂട്ടിനരികെ നിന്ന് പതുക്കെ, അതായത് ആകാശത്ത് പറന്ന് നടക്കാൻ വേണ്ടി വിളിക്കുന്നു. കാടിന് മീതെയും വയലിന് മീതെയാണോ, എവിടേക്കാണ് അവന് പോണത്? കടലിന് മീതെയാണോ? അവൻ്റെ ആഗ്രഹങ്ങളാണല്ലേ. അപ്പോൾ കുഞ്ഞിക്കാറ്റ് കളിച്ച് നടക്കും കുഞ്ഞിച്ചെരുവിലിരിക്കണമോ? അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് ആര് വിചാരിക്കുകയാണ്? ഈ ചെറിയ കുഞ്ഞിക്കുരുവി വിചാരിക്കുകയാണ്. ഇവിടെയൊക്കെ പോകണം, ഇവിടെയൊക്കെ ഇരിക്കണമെന്നൊക്കെ കുഞ്ഞിക്കുരുവി വിചാരിക്കണം. അത് നിങ്ങൾ ഇങ്ങനെ വാക്കുകളായിട്ട് സെൻറ്റൻസ് ആക്കി എഴുതാൻ, വാക്യങ്ങളാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പ്രവർത്തനം 5 നോക്കാം. പ്രവർത്തനം 5ൽ 2 പ്രവർത്തനം ഉണ്ട്. അതിൽ ഒന്ന് മാത്രം ഉത്തരം എഴുതാൻ മതി. ഒന്ന് എന്താണ്? കത്തെഴുതാം. മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? അപ്പോൾ യാത്ര പോയ കുട്ടി തൻ്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? അപ്പോൾ കത്തെഴുതുമ്പോൾ കത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ കത്തിൽ കൂട്ടുകാരൻ്റെ പേര്, സ്ഥലം, തീയതിയൊക്കെ ഇടണം അല്ലേ? എന്നിട്ട് പ്രിയപ്പെട്ട സോനുവിന്, കൂട്ടുകാരനല്ലേ സോനുവിന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരന്, നിനക്ക് സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. ഞാൻ ഇന്ന് എനിക്ക് വളരെ എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി. എന്താണ്? പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ പെട്ടെന്ന് എഴുതാം അല്ലേ? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ചന്ദ്രനിലേക്കൊരു യാത്ര പോയി. അപ്പോൾ ആ യാത്ര പോയപ്പോൾ എനിക്ക് ഇന്ന അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കത്തെഴുതുക. എന്നിട്ട് സ്നേഹപൂർവം ആരാണ്? ആ കുട്ടിയുടെ പേര് എഴുതുക. ഇങ്ങനെയാണ് കത്ത് എഴുതേണ്ടത്. അപ്പോൾ കത്തൊക്കെ എഴുതുമ്പോൾ ഒരു കോളൊക്കെ വരച്ച് അല്ലേ വേണം നമ്മൾ അല്ലേ എഴുതാൻ. അടുത്തത് യാത്രാനുഭവ വിവരണമാണ് ചോദിച്ചിരിക്കുന്നത്. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ യാത്രാനുഭവങ്ങൾ എഴുതുക. അപ്പോൾ ഒരു യാത്രാനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാത്രാനുഭവം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെഡിങ് ഇടുക. അപ്പം ഊട്ടിയിലേക്കൊരു യാത്ര, മൂന്നാറിലേക്കൊരു യാത്ര. അപ്പം ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സമയത്ത് ഞാൻ യാത്ര പോയി, എൻ്റെ കൂടെ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ആ യാത്രയിൽ ഞാൻ കുറേ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു നിങ്ങളുടെ യാത്രാനുഭവ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കളുടെ ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.